ഉത്സവം ജാമ് ജൂമാക്കാൻ വന്നതല്ല, ഞാൻ അവനുള്ള സ്കൂളിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നാണെന്ന്. ഇതൊന്ന് വെച്ച് വയ്ക്കാൻ അവിടുന്ന് 2ാം ക്ലാസ്സിന് പിന്നാമ്പറം കാണാത്ത എന്നോട് ഇന്നത്തെ വർത്താനം പറഞ്ഞ കാര്യം. ഈ ചങ്ങായി ഇതും കൂടി കുട്ടികളുടെ 500 റുപ്യ അയക്കണട്ടാ. ഇജ് ബേജാറാവണ്ട, ഇന്റെ സുക്കുറാക്കാക്ക് 2 റിസർവ് ബാങ്ക് ഉണ്ട്. പൈസ കൊണക്കാട്ടതാ, ഉണങ്ങിട്ട് എനിക്ക് തരണ്ട്. അല്ല പത്തോന്റെ ഇനി എവിടെ പോയാ തരിക? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പൂരം കളറാകണമെങ്കിൽ ആനി വേണം, വെടിക്കെട്ടും വേണം. എത്ര വെടിക്കെട്ട് അപകടങ്ങളായി, മരിച്ചു, എത്ര ആൾക്കാർ ആനല്ലോ. ആകെ 2 മാക്സി ഉള്ളൂ, അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കും. നമ്മളൊക്കെ ആര് നോക്കാനാ? ശുക്രാക്ക ഒരു 50 റുപ്യ വരുമോ? കഴിഞ്ഞ മാസം 8 പവന്റെ മാലയായത്. എനിക്ക് സ്വർണ്ണ അലർജിയാ. അപ്പൊ നിനക്ക് സ്വർണ്ണൊന്നും ഇല്ലേ? സ്വർണ്ണ ഇല്ലേന്നോ? 100 പവൻ സ്വർണ്ണം ഇട്ട ഡ്രൈവറിനാകട്ടെ ആ ഹജ്ജ് സ്കൂൾ ബസ് കയറിക്കേ, അന്ന് നീ തരാൻ ബാക്കില്ല, എങ്ങോട്ട് ഇറങ്ങിക്കാ. ഇവര് കുടുംബത്തിന്റെ അവസ്ഥ എന്താ? അത്ര നിർബന്ധം ഫൈബറിന്റെ ആന ഇറക്കി കൂടെ? ദുബായിൽ കിടക്ക് അതല്ലേ കൊണ്ടുപോണ്. വെടിക്കെട്ടില്ലാതെ ഫൈബർ 500 റുപ്യ ഞാനേ 1 ഏക്കർ സ്ഥലവും വാങ്ങിയതിൽ പെരയും വെച്ച് കിണറും കുത്തി, ബാക്കി ഞാൻ ബാങ്കിൽ വിട്ടു. ഒക്കെ ഉസുറും മുളി ഉണ്ടാവും. ഒരു 500 റുപ്യന്റെ കണക്കറിയാനേ. ഞാൻ കല്യാണം കഴിച്ച് വന്നത്. 100 പവനോ? എനിക്ക് സ്വർണ്ണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തീർത്ത് സ്വർണ്ണം ബാങ്ക് ലോക്കറിൽ കൊണ്ടുവച്ചതാ. ചില പെണ്ണുങ്ങളെ പോലെ സ്വർണ്ണം ഇട്ടിട്ട് മറ്റുള്ള ഒന്ന് നിൽക്കി, എനിക്ക് പെൻസിലിന്റെ പൗച്ചൊക്കെ എടുക്കാണ്ട്. നല്ല നോക്കിയെടുത്തോ. കാരണം എന്താണോ, എന്റെ കുട്ടീനെ നല്ലോണം പഠിച്ചാ. ഇപ്പൊ ചില്ല് മുടിച്ച് ഞാൻ മുഖാൻ പോണ്ടേ? അരപ്പടിച്ച് പേടിച്ചണ്ട. അന്യം വെച്ചുള്ള തൃശ്ശൂർ പൂരം ഇതൊന്ന് സങ്കല്പിച്ച് നോക്കാം. നടക്കണതെല്ലാം പറ, ഇങ്ങോട്ട് മാറുന്ന ട്രിപ്പ് പോട്ടെ. ട്രിപ്പിനാണ് ഞാനുണ്ട്. പൈസ അടുക്കളയിൽ കുത്തിറക്കണോണ്ടാണ് ഞാൻ അങ്ങോട്ട് പൈസ വെച്ചിട്ടത്. എനിക്കൊരു പണി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാണ് ഇറക്കൂലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ മൊത്തം അലിയാണ്. അന്റെ മായാറ്റി ചെലവാക്കാൻ എനിക്ക് ഒഴിഞ്ഞ പൈസ ഇല്ല. മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നത് എനിക്കിഷ്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞതാ, വെറുതെ സ്വർണം ബാങ്ക് ലോക്കറിൽ വെക്കാണ്ട് എടുത്തങ്ങ് വിറ്റുകളാന്ന്. നേരം മൂപ്പര് പറയും കണ്ണി കുത്തണോ പറഞ്ഞു. കൊറേ സാധനങ്ങൾ എടുക്കാണ്ടേ. കുഞ്ഞാപ്പോ ഇജ് ബുക്കും ബാഗൊന്നും വാങ്ങിയാലും വേണ്ടില്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന മുട്ടിപ്പാലില്ല, അത് നല്ലോണം തിന്നോണ്ടു. ഇജ് തൂക്കം. ഇത് നിങ്ങൾ വിചാരിച്ച ട്രിപ്പല്ല, ഇത് ഓട്ടോറിക്ഷക്ക് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. കൺട്രി പലോസ് ട്രിപ്പ് മൂടുള്ള ആരുമില്ല ഈ നാട്ടില് അല്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യം പറഞ്ഞാൽ അപ്പൊ തുടങ്ങും നിങ്ങളെ ഒരു പായരെ പറിച്ചില്ല. അല്ലെങ്കിൽ എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ബിസ്ക്കറ്റ് ആണോ? ഉമ്മച്ചി എടുത്തോടെ പൈസ? ഉമ്മച്ചി പണിക്ക് എന്റെ സ്വർണം വിറ്റിട്ട് ചെലവ് കഴിയേണ്ട അവസ്ഥ ഒന്നും എനിക്കില്ല. ഇപ്പൊ ആ സ്വർണ്ണം ഉണ്ടല്ലോ ഇവിടെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയില്ല. ഡൗട്ട് ഉണ്ട്, എന്നാലും എനിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. എന്താ ഇയാളാ ഇതിനോട് വർത്താനം പറഞ്ഞു പോണു? അതൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് പോരെ. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി ഇങ്ങനെ പറയാം. ബാക്കിൽ വന്ന് ഇങ്ങനെ വീട്ടിൽ കുറച്ച് മാർബിളും ഗ്രാനൈറ്റും എടുക്കണം. അടിപൊളി. മാർബിൾ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് എടുക്കാം, ഗ്രാനൈറ്റ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാം. 15 ദിവസത്തെ ടൂർ അടിച്ചു പൊളിക്കാം. അധികാരമില്ലെങ്കിൽ കോൺഗ്രസിന് അതിജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കേട്ട 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. അതും ഒന്നും പോണില്ലല്ലോ. അടുക്കളയിൽ പണിയെടുക്കലുണ്ടല്ലോ. അടുക്കള പണിക്ക് കൂലില്ല മോളെ. ഞാൻ എനിക്ക് ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ ഈ പെരക്കാരോട് ഞാൻ കെഞ്ചേണ്ടി വരും. ഇജ്ജ് പാപ്പുറത്തേക്ക് ഉള്ളത് ഇതെന്താ രണ്ടാളും ഒരു ചർച്ച? ഞാള് കുറച്ച് നാട്ടു വർത്താനൊക്കെ പറഞ്ഞു നിക്കേനു. അല്ല, നീ ഈറ്റാ മാല വേണമെന്നല്ലേ? ഇത് കാര്യമില്ല. നിങ്ങൾ 2 സുന്ദരി കുട്ടികൾ ഒരേ മാതിരി നോക്കിയിട്ട് കാണായിട്ട് പിന്നെ ആരെന്റെ ബാക്കിലേക്ക് കാണുന്നില്ലേ? അതെ, അയാൾക്ക് ട്രിപ്പ് പോയിട്ട് പ്രാന്തായതാണ്. പറ്റിയ സ്ഥലമുണ്ട്, ഈ വണ്ടി കയറി. ഇതിപ്പോ ഓട്ടോറിക്ഷയിലാ പോണ്. 15 ദിവസത്തെ കഴിച്ചോട്ടാ. പത്ത് നോക്കേ, 1000 ചുരിദാറാണ്. എനിക്കൊരു മാക്സി 200 റുപ്യ വരുമോ? എന്റെ അടുത്ത് 100-200. എന്നോട് പറഞ്ഞത് ഞാനോ? അതെന്താടി, ഇന്നലെ രാത്രി വരെ ഈറ്റാ മാല വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതല്ലേ? നിങ്ങൾ സ്വപ്നം കണ്ടായിരിക്കും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു. 4 മാസമൊക്കെ പിടിക്കും. ഈ രാജസ്ഥാനിൽ പോയിട്ട് മേടിച്ച് വരുന്നതിനെക്കാട്ടും വിലക്കുറവിൽ കണക്കിവിടെ സാധനം കിട്ടും. അത് ഉത്തരവാദിത്തോടു കൂടി എന്റെ സൈറ്റിൽ എത്തിച്ചേരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയാനാണ് ഇനി ആകാം. ചോദിച്ചാല് ഇജ്ജ് ഷെമിന്റെ പഴയ ഡ്രസ്സുകളുണ്ട്, അവളോട് ചോദിച്ചിക്കാണ്ട് അത് ഇട്ടോ.
ഇന്ന് സാലറ്റ് ദിവസേന ഇതെന്റെ വകുമ്മാക്കൊരു മാക്സി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇല്ല നിങ്ങൾ ഓർക്കത്തേണ്ടായി. ആ ഞാൻ ഉറക്കത്ത് കാണുന്നേ സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് ഒരു കാപ്പാകാൻ പോലും വാങ്ങാനുള്ള ഗതി എനക്കില്ല. അന്നേരമല്ല ഈറ്റാ വലിയ മാല എനിക്ക് വാങ്ങിത്തരുന്നു. അടച്ച തമ്പുരാൻ, എന്റെ തോളിന് ചാടിയ സാധനല്ലേ, അതിന് ജീവണ്ടായിരുന്നോ? ഇവര് സൈറ്റിലേക്ക് എത്തിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് രാജസ്ഥാൻ കാണാൻ പറ്റുമോ? ഇനി ഗ്രാനൈറ്റ് വേണമെങ്കിൽ ബാംഗ്ലൂർ കിട്ടുന്നതിലും റേറ്റ് കമ്മിയിലൂടെ കിട്ടും. ഇവിടെ ഉണ്ടോ ഓരോരുത്തര്? എന്നാണ് അപ്പൊ ഓരോരുത്തു നിന്നൊക്കെ ഓരോന്ന് കിട്ടലാവും. എന്റെ അടുത്ത് പൈസ ഉള്ളത് എന്താ നിങ്ങൾ വർത്താനം പറഞ്ഞേക്ക്, ഞാൻ പോവുക. എടി എനിക്ക് അർജന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോട്ടെ. ദത്താ കുഞ്ഞാപ്പു ആ ജന്തു അത് ജാംജൂമിലുള്ള ഞങ്ങളെ ഫ്രണ്ടാണേ. എത്തതിന്റെ പേര്? ജാംജൂം ബെഡ്ഡി. സെഡ്യോ? ബെഡ്ഡി പച്ച കരടി എന്നതിന് പറയാം. ബാംഗ്ലൂർ പോയി കഴിച്ച പബ്ബിലും കയറാറുന്നു, അതും കൊളാക്കി. ഏത് സൈസിലും എല്ലാ ടൈപ്പും. എനിക്ക് എല്ലതും വാങ്ങലേ, എനിക്കൊക്കെ നോക്കിക്കാനേ പറ്റുള്ളൂ. മോളെ ആ ഇപ്പ സുക്കൂർ ഇവിടെ ഇല്ലേ? കുറൊക്കെ അപ്പുറത്തുണ്ട്. പിന്നെ അതിന്റെ ഒരു 500. എന്ത് മീറ്റിംഗ്? അത് കുടുംബാസൂത്രണത്തിന്റെ അല്ല കുടുംബശ്രീന്റെ. ഇപ്പൊ 4 വരെ കോപ്പി കാണുന്ന ടീച്ചർ നിർബന്ധമായിട്ട് പറഞ്ഞോ. 4 വരെയൊന്നുമില്ല, അതിനൊക്കെ കുറെ പൈസ ആവും. ഒരൊറ്റ വര, അതിനുള്ള പഠിച്ചാൽ മതി. പെട്ട ടൈലുകളുണ്ട്, അത് നല്ല വിലക്കുറവിൽ. എടാ ഇതൊക്കെ ഗുജറാത്തിൽ കിട്ടേ. ഇതാണ് കോട്ടക്കിൽ അതിന് വന്നേനു ഉമ്മാക്ക് മരുന്നാങ്ങാനാണ്. ആശുപത്രി കാണിച്ചുള്ള പൈസ ഞാൻ കഴിഞ്ഞു ചെയ്തു. എന്റെ അടുത്ത് എവിടെ പൈസ? എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണത് തന്നെയല്ലേ. ഞാനത് ആലോചിച്ചില്ല. ഇപ്പൊ എനിക്ക് സ്പൈഡർമാന്റെ വാട്ടർ ബോട്ടിൽ വേണം. എനിക്കുള്ളത് ആദ്യം പേർക്കേ, സുലൈമാനി നമുക്ക് പിന്നെ വാങ്ങിക്കോട്ടെ. സുലൈമാനല്ലേ സ്പൈഡർമാനാണ്. പിന്നെ ഞാൻ ഈ പെരപ്പണിയും തീർത്തോട്ടെ. എവിടേക്ക് ഏത് ദുനിയാവിന്റെ അറ്റത്ത് പള്ളികളൊക്കെ ഉണ്ടാക്കാം. എന്നാ ചെന്ന പട്ടായിക്കോട്ടോ. ഇപ്പൊ ഞാൻ ആരോടെങ്കിലും ഒന്നേ കടം വാങ്ങിക്കോളാം, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചെയ്തോളാം. ശുക്രാക്ക, എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ പൈസ. ഈ 8 കുപ്പായിട്ട് കൊണ്ട് നടക്കണ ചങ്ങന്റെ പേരാതാ? ഇത് ഇത്ര കൂർപ്പ് പോരെ. പിന്നെ എത്ര ശുക്രാക്ക, ഈ പെരയിൽ എന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും നടക്കലുണ്ടാ? ഇന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കണ്ടെന്ന് ചെയ്തലുണ്ടാ? എനിക്കൊരു ഡ്രസ്സ് എടുത്തലുണ്ട് നിങ്ങള്? വീണതായി കുരിപ്പ് ആ സമയത്ത് വീട്ടിലേക്ക് എത്തട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. ചെട്ടണത് അത് ഇത് കൂർപ്പയക്കണം നോക്കിയാണ് ഇപ്പൊ ചന്തി കൊത്തിയിട്ടാണ് കൂർപ്പുണ്ടോക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടിക്ക് വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ ഇമ്മാനി കൈയും കാലും പിടിച്ചിട്ട് 10 രൂപയ്ക്ക് വേണ്ടിയിട്ട്. അതാ ശുക്രാക്ക ഞാൻ പറഞ്ഞത്, എനിക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പൈസന്റെ പ്രശ്നമൊക്കെ പ്രാർത്ഥന തുടങ്ങും. ശരിയാണ്. ഞങ്ങള് മെയ് 2-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ വെച്ച് സ്റ്റുഡന്റ് എക്സ്പോന്റെ ലോഗോ റിവീലിംഗ് ചെയ്യും. എന്റെ പാത്തിച്ച് പറഞ്ഞ് മനസ്സിലായോണ്ടല്ല, ഇതുകൂടി ജോലിക്ക് പോകാൻ ഉപകാരം തന്നെയാണ്. ഇതൊരു കാര്യം ചെയ്യാം, നാസിന് വേണമെങ്കിൽ പഠിച്ചില്ലേ പ്രോട്ടക്ട് അക്കാദമി, ഈ അവിടെ പോയി പഠിച്ചോ.